തോന്നുന്നു ഡെഞ്ചാറിനെ അങ്ങോട്ടേക്ക് ആകർഷിച്ചത്. നമുക്ക് നോക്കി നോക്കാം. വിപ്സി ഇവിടെ ഇപ്പോഴും സ്കോപ്പ് ചെയ്ത് നിൽക്കുക. പക്ഷെ ആ ഫൈറ്റ് ഡെഞ്ചാർ അവിടെ എടുത്തില്ല. ഡെഞ്ചാർ അവിടെ ഒരു ഒക്കുപ്പൈ ചെയ്യാത്തൊരു കോമ്പൗണ്ട് കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ്. ഫ്ലഫിയും ക്രിക്കിയും ഇവിടെ പെട്ടി ഓട്ടോറിക്ഷയിലാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ KVP ഹോൾഡ് ചെയ്യുന്നത് അവർക്ക് സൗണ്ട് കേൾക്കാം. KVPക്ക് പക്ഷെ ബട്ട് സ്റ്റിൽ ആ ഫൈറ്റ് അവർ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഡെഞ്ചാർ ഒരു സോണിന്റെ സെന്ററിലേക്ക് പോകാതെ ഒരു കോർണർ സൈഡ് പിടിച്ചാണ് അവര് നോക്കുന്നത്. ഓക്കെ, ആകാശത്ത് നിന്നും വരുന്നു അടുത്ത ഡ്രോപ്പ്. എന്തായിരിക്കും ഡ്രോപ്പിനുള്ളിൽ? എന്താണ് ഡ്രോപ്പിനുള്ളിൽ? ലിനക്സ് DMR ലെവൽ 3 ഹെൽമെറ്റ്, എക്സ്റ്റൻഡഡ് ക്വിക്ക് ഡ്രോ, ലെവൽ 3 ഹെൽമെറ്റ്, ബാക്ക് പാക്ക്. ഒരു വെടി വെച്ചാല് നഖത്തെ കൊണ്ടാലും സാധനത്തിൽ കൊണ്ടാലും വീഴുന്ന ഒരു തോക്കാണ് ലിനക്സ് DMR. അത് സ്നൈപ്പ് ചെയ്യാൻ അറിയാവുന്ന ആദ്യത്തെ ഒരു P90 വിത്ത് 200 ബുള്ളറ്റ്, 15x സ്കോപ്പ്. ഒന്നുകൂടെ കാണിക്കേ. 15x സ്കോപ്പ്, ലെവൽ 3 ഹെൽമെറ്റ്, ലെവൽ 3. ഈ ഡ്രോപ്പ് എടുക്കുന്നവർക്ക് ഒരു നല്ല ഇത് PUBG PC-യിലെ ഏറ്റവും OP ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ ഒരു AR ഗണ്ണാണ്. ആ ഗൺ എടുക്കുന്നവർക്ക് ലാസ്റ്റ് ഫൈറ്റിൽ നല്ല അഡ്വാൻറ്റേജസ് കിട്ടുന്ന ഒരു സാധനമാണ്. ആ ഡ്രോപ്പ് എടുക്കുന്നവർ എന്തായാലും ലക്കി ആയിരിക്കും. വിപ്സി ആ ഡ്രോപ്പ് എടുക്കാൻ പോവാണ്. വിപ്സി കണ്ടു ഡ്രോപ്പ്. ഡ്രോപ്പ് കണ്ടു. റിബൽ എടുക്കുന്നു. വിപ്സിക്ക് ഗ്രോസയാണ്. ഇത് ഗ്രോസ് എവിടെ നിന്ന്? ഹലോ, അത് വേറെ ഡ്രോപ്പ്. SMG P90 SMG അല്ലേ? SMG അല്ലേ? AR അല്ലേ? ഓക്കെ അല്ല SMG അല്ലേ? ഇത് SMG ദ സ്ക്വാഡിന് തിരിച്ച് നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഓ, വിപ്സി അവിടെ മാഡി കിണ്ടി അടിച്ചിടുന്നു. അടിച്ചിട്ടു ഒരു കില്ല് സെക്യൂർ ചെയ്യാൻ നോക്കുന്നു. സ്നൈപ്പിനെ അവിടെ ടാഗ് കൊടുക്കുന്നു. നല്ല ടാഗ്. ഗ്രോസയ്ക്ക് ടാഗ് കൊടുക്കുന്നു. ഓക്കെ, അവരാ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുവാണ്. സാവേജിനെ കണ്ടു. ഓ, ട്രിക്കി കോഡിനെ അവിടെ മന്ദാരം അടിച്ചിട്ടു. സ്നൈപ്പ് അവിടെ വിപ്സി അടിച്ചിട്ടു. ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. ബ്ലൈൻഡ് റബൽ മാത്രം ബാക്കി. 3 പേരെ അടിച്ചിട്ടു. ദ സ്ക്വാഡിലെ ലാസ്റ്റ് മാൻ ആണെന്ന് തോന്നുന്നു. അയ്യോ, സ്നൈപ്പിനെ അടിച്ചിട്ടു. ആൻഡ് ദ സ്ക്വാഡിൽ എത്ര പേര് ബാക്കിയുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ റിബൽ അവിടുന്ന് ബാക്ക് ഓഫ് ആയി. ആ ഒരാളെ എങ്കിലും റസ് ചെയ്യണം എന്നുള്ള ഒരു തോട്ടിൽ വന്നു. തേർഡ് പാർട്ടി അവിടെ CM സാവേജിനെ ഫിനിഷ് ചെയ്യുന്നു. ഇല്ല, ദ സ്ക്വാഡിന് 2 സൈഡിൽ നിന്നും അടി കിട്ടുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ല. റിബൽ ഒരു നല്ല ഡിസിഷനാണ് എടുത്തത്. ഒരാളെ റസ് ചെയ്യുക എന്നുള്ളൊരു ഡിസിഷൻ മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. റിബൽ അവിടെ സ്നൈപ്പിനെ ഫിനിഷ് ചെയ്ത് 1 പോയിന്റും കൂടി സെക്യൂർ ചെയ്യുന്നുണ്ട്. ഡെഞ്ചാർ വിത്ത് 5 kills. ട്രിക്കി കോഡിനെ രക്ഷിക്കാൻ പറ്റും. ഓക്കെ, ട്രിക്കി കോഡിനെ രക്ഷിക്കാൻ പറ്റി. അവർക്ക് ട്രിക്കി കോഡിനെ റിവൈവ് ചെയ്യാൻ പറ്റി. അഗൈൻ ഡെഞ്ചാർ ബാക്ക് ടു 3 man ആവുന്നുണ്ട്. കണ്ടു വിപ്സി അവിടെ അത്രയും ദൂരത്തുനിന്ന് വിപ്സി അവിടെ മാഡി കിണ്ടിയെ നോക്കിട്ടു. ഓ, ഒരു ടാഗ് ആ സ്മോക്കിനകത്തൂടെ കൊടുത്തു വിപ്സി. ഒരു സ്നൈപ്പർ ഷോട്ട് കൊള്ളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ, അവിടെ വീണ്ടും റസ്സായി. ഇല്ല, റസ്സായില്ല. വിപ്സി അവിടെ മാഡി കിണ്ടിയെ ഫിനിഷ് ആക്കി. മന്ദാരം മാത്രം ബാക്കി. പക്ഷെ മന്ദാരം അവിടുന്ന് വണ്ടി എടുത്ത് എസ്കേപ്പ് ആയി. മേ ബി ഒരു റീകോൾ ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ബാക്കി 2 പ്ലേയേഴ്സിന്റെയും ചിപ്പ് ഇവിടെയാണ്. ഒരു HP-യിലാണ് മന്ദാരം അവിടുന്ന് രക്ഷപ്പെട്ടത്. ദ സ്ക്വാഡ് വിത്ത് 4 kills. ഓ, ഇവിടെ അടുത്തൊരു ഫൈറ്റ്. TPA vs OG-യിൽ ഒരു പ്ലെയർ വീണു. TPA ചാടി ഇറങ്ങി. TPA അടിക്കാൻ വേണ്ടിട്ട് വരുന്നു. ഒരു നോക്കിട്ടു. നേട് അവിടെ തന്നെ വീണു. സ്വന്തം നേടിൽ ഫിനിഷ് ആവും. ആ നേടിലേക്ക് ഓടിക്കേറി. ഓ, ഒരു കില്ലും കൂടെ സെക്യൂർ ചെയ്തു. ഓ, 2 പേര്. ഒരാൾ നോക്കായി. ആൻഡ് OG-യിൽ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. TPA-യിൽ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. കണ്ടില്ല, ക്ലോസിൽ ഒരു ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. ഇവിടെ റസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു 2 പ്ലേയേഴ്സിനെ. OG-യിലെ 2 പ്ലേയേഴ്സിനെ അവരവിടെ ഫിനിഷ് ഓഫ് ചെയ്ത് വിടുന്നു. TPA അവിടെ ഫിനിഷ് ഓഫ് ചെയ്ത് വിടുന്നു. 2 കിൽ പോയിന്റ്സ് അവരവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. അവരെന്ത് ബാക്ക് ഓഫ് ആവാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. TPA വെയിറ്റിംഗ് ഫോർ OG പ്ലേയേഴ്സ്. OG-യിലും 2 പേര്, TPA-യിലും 2 പേര്. ഒരു 2v2 ആണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. 2v2. ഓ, കണ്ടില്ല. TPA-ക്ക് ഒരു നല്ല TPA-യിലെ ലാസ്റ്റ് മാൻ മാത്രം ബാക്കി.
ഇൻസ്റ്റന്റ് ഫിനിഷ് രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓജിയിലെ ലാസ്റ്റ് മാൻ ആണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഓജിയിലെ ലാസ്റ്റ് മാൻ ഫിനിഷ് ചെയ്തു 1v1. OG vs TP ആണ് നടക്കുന്നത്. ലാസ്റ്റ് 1 vs 1 ഫൈറ്റ് ആണ്. ആൻഡ് ഏകദേശം നോക്കിയ 11 ടീംസ് ആൻഡ് 33 മെമ്പേഴ്സ് ആണ് ടോട്ടൽ ബാക്കിയായിട്ട് അല്ലേ ഉള്ളത്. EVX ഓൾറെഡി സോണിലെത്തി. EVX 1 ടാപ്പ് സിദ്ധു. അവിടെ ഔട്ട്ലോ ഗാങ്സ്റ്റേഴ്സ് ഈസ് എലിമിനേറ്റഡ്. അവിടെ OG വൈപ്പായി. TPA അവിടെ OGയെ വൈപ്പാക്കിയിട്ടുണ്ട്. EVX കറക്റ്റ് സമയത്ത് സോണിൽ വന്നു, കിൽസ് എടുക്കുന്നു. ഒരു കിടിലൻ അവർ ഈ പൊസിഷനിൽ എങ്ങനെ വന്നു എന്ന് ഞാൻ കണ്ടില്ല. EVX നല്ല കിടിലമായിട്ട് കളിക്കുന്നു. KP ഇവിടെ ഒരു സ്നൈപ്പർ ഷോട്ട് ഒരു നോക്കിടുന്നു. പോച്ചയിലിരുന്ന് അടി, പോച്ചയടി. എവിടുന്ന വെടി വരുന്നത് പോലും മനസ്സിലാവുന്നില്ല കാലാപ്പാനിയുടെ തൊട്ട് താഴെ ആള് വന്നു. ഒരാൾ നോക്കാക്കി, ഒരാളും കൂടെ ഉണ്ട് അവിടെ. ഒരു KP വേഴ്സസ് OK. KPയിൽ ഒരാൾ നോക്കായിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് മാൻ ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ് മാൻ ആണ് ഇവിടെ. XTക്ക് ലാസ്റ്റ് മാൻ ആണ്. സോൺ ഔട്ട് ആണ്. സോൺ ഔട്ടിൽ XTയുടെ ലാസ്റ്റ് മാൻ ഇപ്പൊ സോൺ ഔട്ടിൽ തീരും. ഓക്കെ, XT അവിടെ സോൺ ഔട്ടിൽ ഡെഡ് ആയിട്ടുണ്ട്. KP അവിടെ 3 കില്ല് സെക്യൂർ ചെയ്തു. ആൻഡ് 9 ടീമും 29 പ്ലേയേഴ്സിലേക്കും എത്തിയിരിക്കുന്നു. ലാസ്റ്റ് ബാറ്റിലേക്ക് കടക്കുന്നു. TGA നമുക്ക് നോക്കി നോക്കാം. TGA 4 കില്ലോട് കൂടി സോൺ ടിപ്പിൽ നിൽക്കുകയാണ്. അവർക്ക് സോണിലേക്ക് എൻ്റർ ചെയ്യണം. സോൺ ടിപ്പിൽ നിൽക്കുകയാണ് അവർ സ്റ്റിൽ ഇപ്പോഴും. DRSൽ 3 പ്ലേയേഴ്സ് മാത്രം ബാക്കി. KVP 4-man സ്ക്വാഡിലേക്ക് എത്തിയിട്ടുണ്ട്. അവരവരുടെ പ്ലെയറിനെ റീകോൾ ചെയ്ത് 4 കിൽസ് സെക്യൂർ ചെയ്ത് KVPയും എത്തിയിട്ടുണ്ട്. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ. ഇനി 2 മാച്ച് ഉള്ളതുകൊണ്ട് ടോപ്പ് 8ൽ ആരൊക്കെ വരും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ടോപ്പ് 8ന് വേണ്ടിയിട്ട് ഒരു കിടിലൻ കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത്. ആൻഡ് നാളത്തെ മാച്ച് നിങ്ങൾ മിസ് ചെയ്യരുത്. നമ്മുടെ ടൂർണമെന്റിലെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് സ്ക്വാഡുകളൊക്കെ നാളെ പെർഫോം ചെയ്യുന്നുണ്ട്. KV ആയിക്കോട്ടെ, MRC ആയിക്കോട്ടെ, TVA ആയിക്കോട്ടെ, എല്ലാ ഗാങ്സിൻ്റെയും നാളത്തെ മാച്ച് കുറച്ച് കിടിലൻ മാച്ചുകളായിരിക്കും. അപ്പം നാളെ ഈ സെയിം ടൈമിൽ ഞാൻ ഇൻവേർട്ടറൊക്കെ ചാർജ് ചെയ്ത് ഫുള്ളാക്കി വെച്ചിരിക്കാം. നാളെ നമ്മൾ കുറച്ചുകൂടെ 10:30 എന്ന് പറഞ്ഞ് നമ്മൾ 10:30 തന്നെ തുടങ്ങി. നാളെ ഇതുപോലെ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ വള്ളി ടീംസിനെ ഒന്ന് സ്പെക്ക് ചെയ്യണം. വള്ളി ടീംസിന്റെ ഡെഞ്ചാർ പ്ലെയറിനെ റീകോൾ ചെയ്ത് 4-man സ്ക്വാഡായി തിരിച്ചു വന്നു. സെൻസിബിൾ ഗെയിം പ്ലേ ഫ്രം ഡെഞ്ചാർ. പറയാതിരിക്കാൻ വയ്യ. ഡെഞ്ചാറിന്റെ സൈഡിൽ നിന്ന് നല്ലൊരു ഗെയിം പ്ലേ. അവിടെ EVX യാമി KP അടിക്കുന്നു. EVX versus KP. നല്ലൊരു ഷോട്ട് ബൈ 1 ടാപ്പ് സിദ്ധു. കിടിലം കളി, ഒരു രക്ഷയില്ലാത്ത സ്നൈപ്പിംഗ്. 1 ടാപ്പ് സിദ്ധു. EVXന്റെ സൈഡിൽ നിന്ന് ഒരു കിടിലം പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KPയിലെ ഒരു പ്ലെയർ നോക്ക് ഫിനിഷ് ആണ്. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു വഴിയില്ല. ആൻഡ് EVXലെ പ്ലെയർ അടുത്തൊരു നോക്കും കൂടെ KPയിലിട്ടേക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആരോ മറ്റേ ഇതൊക്കെ വിടുന്നു, മിസൈലൊക്കെ വിടുന്നുണ്ട്. EVX അടുത്ത കില്ല് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് മാൻ ആണെന്ന് തോന്നുന്നു. ആൻഡ് കാലാപാനി അവിടെ EVX എലിമിനേറ്റ് ചെയ്യുന്നു. EVX സെക്യൂറിങ് 6 kills. ഗുഡ് പൊസിഷൻ ടു സോണിൽ നല്ലൊരു പൊസിഷനും ഉണ്ട് അവർക്ക്. ഇടിലം കളി. KVP ഇവിടെ TGA അടിച്ച് ഫിനിഷ് ആക്കുന്നു. TGA 6ാമത്തെ കില്ല് സെക്യൂർ ചെയ്യാൻ തോന്നുന്നു. 5 കില്ല് ഓൾറെഡി സെക്യൂർ ചെയ്തു TGA. DRS അവിടെ KVP അടിക്കുന്നു. DRS അവിടെ KVP അടിക്കുന്നു. ആ KVPയുടെ ഒരു പ്ലെയർ കൂടി ഫിനിഷ് ആയിരിക്കുന്നു. DRS versus KVP. നമ്മുടെ മന്ദാരം ഒറ്റ ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷെ എവിടെ പോയാലും EVX തുരത്തി അടിക്കും. മന്ദാരത്തിനെ ഓട്ടോറിക്ഷയിൽ അടിച്ച് പൊട്ടിച്ചു. മന്ദാരത്തിന്റെ ഓട്ടോറിക്ഷ പൊട്ടി. മന്ദാരം ഓട്ടോറിക്ഷയ്ക്ക് കവറിലാണ് ഇപ്പൊ കറന്റ് ഇരിക്കുന്നത്. പക്ഷെ സ്റ്റിൽ സോൺ ഔട്ട് ആണ്. മന്ദാരത്തിന് സോണിനകത്തോട്ട് കയറിയേ പറ്റത്തുള്ളൂ. മന്ദാരത്തിന്റെ ഓട്ടോറിക്ഷ വഴിക്ക് വെച്ച് പൊട്ടി. പക്ഷെ പുൽച്ചാടി ഡ്രസ്സൊക്കെ കിട്ടി. മന്ദാരം സെറ്റായി വന്നതായിരുന്നു. പക്ഷെ കൂടെ കളിക്കാൻ ആരുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയ്ക്ക് ടീമിനെ കൺസിസ്റ്റന്റ് ഗെയിം പ്ലേ പുറത്തു കൊണ്ടുവന്നു മന്ദാരം. ടീമിനെ ടോപ്പ് 6ൽ എത്തിച്ചു മന്ദാരം. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. സ്ക്വാഡിന് കിൽസ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു പൊസിഷൻ പോയിന്റ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മന്ദാരത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ഹി ഈസ് ഡൂയിങ് ദ ബെസ്റ്റ്. ആൻഡ് TGA നോക്കുകയാണെങ്കിൽ 4-manോടുകൂടി അവർ സോണിലോട്ട് കയറുന്നുണ്ട്. DRSും അതുപോലെ ഡെഞ്ചാറിന്റെ സൈഡിൽ നിന്ന് കൺസിസ്റ്റന്റ് പെർഫോമൻസ്. ഒരു 2 സോൺ പോലും അവരുടെ സൈഡിൽ നിന്ന് ഇതുവരെ ഉണ്ടായില്ല. അവരെന്തായാലും ഫൈനലിലേക്കുള്ള സ്ലോട്ട് ഉറപ്പിച്ചതായിട്ട് ഞാൻ പറയാണ്. EVX ആൻഡ് ഡെഞ്ചാർ ഫൈനലിലേക്കുള്ള സ്ലോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. 2 ടീമും അവരുടെ കൺസിസ്റ്റൻസി ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ഗെയിം കാണിച്ചുകൊണ്ടിരിക്കുന്ന 2 ടീമാണ്. ഈ ചോട്ടാ മുംബൈക്ക് ഇവിടെ
BRDM ഒക്കെ വന്നിരിക്കുന്നു. BRDM അതിന്റെ അവിടെ ഒരു ട്രിക്കി ഗോഡ്, അവിടെ DRS ഒരു പ്ലെയർ രണ്ടുപേരെ നോക്കാക്കി കിട്ടുന്നു. ബ്ലൈൻഡ് ട്രിബിൽ ഒരു ഫിനിഷ് ചെയ്തു. ട്രിക്കി ഗോഡ് അടുത്ത പ്ലെയറിനെ ഫിനിഷ് ചെയ്യുന്നു. DRS ഒരു പ്ലെയർ മാത്രം ബാക്കിയില്ല, 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി, ഒരാൾ മാത്രം ബാക്കി. DRS ടർബോ മാത്രം ബാക്കി. ഡെഞ്ചാർ സെക്യൂറിംഗ് 8th കിൽ. ഡെഞ്ചാർ സെക്യൂറിംഗ് ദ 8th കിൽ. ലോബി ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നു ഡെഞ്ചാറും EVXും. അതുപോലെ തന്നെ ദ സ്ക്വാഡും നല്ല രീതിയിൽ എല്ലാവരും കളിക്കുന്നു. ഓ ഫ്ലഫി ട്രൈങ് ടു ഗെറ്റ് എ സ്നൈപ്പർ കിൽ. ഓ അവിടെ TGA പ്ലേയേഴ്സിനെ, ഓ നമ്മുടെ ദ സ്ക്വാഡിലെ മന്ദാരത്തിനെ ഫിനിഷ് ചെയ്തു. EVX ഫിനിഷ് ചെയ്യുന്നു. പക്ഷേ മന്ദാരം അവിടെ ഒരു ട്രേഡ് ഇട്ടായിരുന്നു, പക്ഷെ അവിടെ തന്നെ ഫിനിഷ് ആയി പോകുന്നു. EVX സെക്യൂറിങ് ദ നെക്സ്റ്റ് കിൽ. ആൻഡ് ഇനി വെറും 5 ടീമും 17 പേരും മാത്രം ബാക്കി. 5 ടീമും 17 പേരും മാത്രം ബാക്കി. 5 ടീമും 17 പേരും. നോക്കി നോക്കാം. ഡെഞ്ചാർ സോണിനകത്ത് നല്ലൊരു പൊസിഷൻ പിടിച്ചിട്ടുണ്ട്. DRSലെ ഒരു പ്ലെയർ മാത്രമാണ് ബാക്കി. DRSലെ ടർബോ സോണിലേക്ക് കയറാനുള്ള അറ്റംപ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഡെഞ്ചാർ DRSലെ പ്ലേയേഴ്സിനെ നോക്കി തന്നെ ഇരിക്കുകയാണ്. ആൻഡ് ഇവിടെ ടർബോ സ്നൈപ്പറൊക്കെ വെച്ച് നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷേ TGA സ്പോട്ട് ചെയ്തിരിക്കുന്നു ടർബോയെ. കൊമ്പന് നല്ല ടാഗ് കിട്ടി. അത്യാവശ്യം നല്ല ടാഗ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് DRS എലിമിനേറ്റ് ആയിട്ടുണ്ട്. DRSനെ ബ്ലൈൻഡ് റിബൽ അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ആൻഡ് ബ്ലൈൻഡ് റിബൽ സെക്യൂറിംഗ് അനദർ കിൽ ഫോർ ടീം ഡെഞ്ചാർ. TGA with 5 kills entering the zone. And last top 4 teams, EVX with 4 players, TGA with 4 players, Denjar with 4 players, CM with 4 players. എന്റെ പൊന്നോ, എല്ലാരും 4 പേരിൽ ടീമിലും 4 പേര് വെച്ചുണ്ട്. ഇതൊരു അൾട്ടിമേറ്റ് ബാറ്റിൽ ആയിരിക്കും. EVX vs TGA vs ഡെഞ്ചാർ vs CM. എല്ലാ ടീമിലും 4 പേര്. നമുക്കൊരു ടീമിന്റെ കറക്റ്റ് ടീം വർക്കും ആ ഒരു സാധനം കാണാൻ പറ്റുന്ന ഒരു ഫൈനൽ സർക്കിളാണ്. ഫസ്റ്റ് നോക്ക് ഇവിടെ ട്രിക്കി ഗോഡ് KMC വാസ്കോ എടുക്കുന്നു. TGA ഫസ്റ്റ് നോക്ക് എടുക്കുന്നു. ഓ അവിടെ KMC നിക്കിയെ ട്രിക്കി ഗോഡ് അടുത്ത നോക്ക് ഇടുന്നു. ട്രിക്കി ഗോഡ് ഇന്നത്തെ ദിവസം ദൈവം. പേരിലുള്ള ഗോഡ് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാരും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ട്രിക്കി ഗോഡ് ഇന്ന് കൺസിസ്റ്റന്റ് ഗെയിം പ്ലേ ഫ്രം ട്രിക്കി. അതൊരു അഗ്രസീവ് പുഷ്. ലാസ്റ്റ് തോന്നുന്നൊന്നുമില്ല. 2 നോക്കായാൽ നമ്മൾ അഗ്രസീവായിട്ട് പുഷ് ചെയ്യുമെന്ന് പറഞ്ഞാണ് ഡെഞ്ചാർ കളിക്കുന്നത്. 2 പ്ലേയേഴ്സ് മാത്രം TGAക്ക് ബാക്കി. കാറിടിച്ച് ഫ്ലഫി 3ാമത്തെ നോക്ക് എടുക്കുന്നു. ലാസ്റ്റ് മാൻ ബാക്കി ഫ്ലഫി. അവിടെ ഒരു നെയ്ഡ് ഇട്ടിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയത്. ആ ഒരു നെയ്ഡില് ഒരാള് ഓക്കെ. ഡെഞ്ചാറിലെ 2 പേര് അവിടെ ആ ഒരു ഫൈറ്റില് ഡെഞ്ചാറിലെ 2 പേര് അവിടെ നോക്കാവുന്നു. പക്ഷെ 2 കില്ല് അവിടെ ഒരു ടീമിനെ അവരവിടെ വൈപ്പ് ചെയ്തു. TGA അവിടെ വൈപ്പായിട്ടുണ്ട്. ഡെഞ്ചാറിലെ 3 പ്ലേയേഴ്സ് അലൈവ്, EVXല് 4 പ്ലേയേഴ്സ് അലൈവ്, CMല് 4 പ്ലേയേഴ്സ് അലൈവ്. നല്ലൊരു ട്രൈ ആയിരുന്നു TGAയുടെ സൈഡിൽ നിന്ന്. TGA നന്നായിട്ട് കളിച്ചു വന്നൊരു കളിയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് അവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ആൻഡ് ഡെഞ്ചാർ ബാക്ക് ടു 4 പ്ലേയേഴ്സ് ആയി. അവർ 4 പ്ലേയേഴ്സും റിവൈവ് ആയി. അവർ തിരിച്ചു പോകുന്നു. ഡെഞ്ചാറിന്റെ സൈഡിൽ നിന്ന് വളരെ സ്പീഡായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. എല്ലാ രീതിയിലും നിങ്ങളൊരു പ്രൊഫഷണൽ ഗെയിം പ്ലേ ആണ് ഡെഞ്ചാറിന്റെ സൈഡിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ടീമിനെ റീകോൾ ചെയ്യുന്നു, കറക്റ്റ് ടൈമിൽ റിവൈവ് ചെയ്യുന്നു, സോൺ എൻട്രി എടുക്കുന്നു, പൊസിഷനിൽ പോകുന്നു, അഗ്രസീവായിട്ട് ഫൈറ്റ് എടുക്കുന്നു. എല്ലാ സൈഡിൽ നിന്നും ഡെഞ്ചാർ ഒരു പ്യുവർ ക്ലാസ് ഗെയിം പ്ലേ ആണ് ഡെഞ്ചാറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഡെഞ്ചാർ സോൺ എടുത്തു. ഓൾറെഡി അവർ സോണിൽ നല്ലൊരു പൊസിഷൻ എടുത്തു. ഒരു ഓപ്പൺ സോൺ ഹോൾഡ് ചെയ്യുവാണ്. വിപ്സി അവിടെ കുറച്ച് ഓപ്പണിലാണ്. EVX ട്രൈങ് ടു ഗെറ്റ് എ പിക്ക്. ഒരു നല്ല നോക്ക് ബൈ യാമി ജൂനിയർ. അവിടെ ഫിനിഷ് ഓഫ് ആവില്ലോ, നമുക്ക് നോക്കാം. ഫിനിഷ് ആയില്ല. വിപ്സി അവിടെ റസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. കുറച്ച് ഓപ്പണിലായി പോയി. ബട്ട് സ്റ്റിൽ നല്ല സൈഡിൽ CMന്റെ സൈഡിൽ നിന്ന് ടാഗ് ഇടുന്നുണ്ട്. യാമി ജൂനിയർ 2ാമത്തെ സ്നൈപ്പർ ഷോട്ട്. EVX യാമി കിഡിലും കുറെ സ്നൈപ്പർ ഷോട്ട് നമുക്ക് EVXന്റെ സൈഡിൽ നിന്ന്. ആ ഷോട്ടും കണക്ട് ആയി. ബോഡി ഷോട്ട് ആയിരുന്നു അതൊരു. EVX യാമി ജൂനിയർ കിഡിലും കളി കളിച്ചോണ്ടിരിക്കുന്നു. 3 ടീമിലും 4 പേര് വെച്ച്. CMൽ ഒരു പ്ലെയർ നോക്കായിട്ടുണ്ട് അവിടെ. CMൽ ഒരു പ്ലെയറിനെ. പക്ഷെ തിരിച്ച് ബാക്ക് ടു 3 ടീമിലും 4 പ്ലേയേഴ്സ് വെച്ച് 12 പ്ലേയേഴ്സ് അലൈവ്. ഒരു 4v4 സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അതും കണക്ട് ആയി. ഒരു ഷോട്ട് പോലും മിസ് ചെയ്യുന്നില്ല. വിപ്സി ഹീൽ ചെയ്യാനും തിരിച്ചു വരാനും. ഒരു കളർഫുൾ പുൽക്കൂടാണോ ഞാൻ കണ്ടത്. പൂവും കായുള്ള ഗില്ലി സൂട്ട്. ഇത് കണ്ട നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മരത്തിന്റെ കളറിലും പിങ്ക് ഉണ്ട്, ഇവന്റെ ദേഹത്തും പിങ്ക് ഉണ്ട്. ഈ മരത്തിന്റെ മൂട്ടിൽ ഇവൻ കിടന്ന് കണ്ട ആൾക്കാരാണെങ്കിലും വിചാരിച്ചു പോവും ഈ പൂ താഴെ വീണ് കിടക്കുന്നതാണ്. സ്ട്രാറ്റജിക്കൽ സാധനം. ഇത് കൊള്ളാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു
ഗില്ലി സൂട്ട് ഞാൻ കാണുന്നത്. സാധനം കൊള്ളാം. ഈ മാപ്പിനോട് ചേർന്ന ഒരു ഗില്ലി സൂട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് 4 vs 4 ഫൈനൽ സർക്കിളിനകത്ത് ലിറ്ററലി ആരുമില്ല. ഒരു ഓപ്പൺ സോൺ യൂട്ടിലിറ്റി കയ്യിലുള്ളവർക്ക് മാത്രമായിട്ടുള്ള ഒരു ഗെയിം. TMന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് BRDM കയ്യിലുണ്ട്. BRDM യൂസ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. TM മാക്സിമം BRDMന് ഡാമേജ് പറ്റാത്ത രീതിയിൽ BRDM സെക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് EVX ഓപ്പൺ പുഷ് ചെയ്യുന്നു. EVX ഒരു വണ്ടി ഉള്ളായിരുന്നു അവർക്ക്. അവർ സോണിലേക്ക് എൻട്രി എടുക്കാൻ വേണ്ടി നോക്കിക്കുന്നു. EVX ഒരു കോർണർ സോണാണ് എടുക്കാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. തിരിച്ചു പോന്നു, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് അറിയാതെ നിൽക്കുന്നു EVX. CM നെയ്ഡ് സ്പാം ചെയ്യുന്നുണ്ട്. CMന് ഈ കളി ജയിക്കാനുള്ള ഒരു വജ്രായുധമായിട്ട് അവരുടെ BRDM അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയാൽ അതൊരു വജ്രായുധമായിട്ട് അവർക്ക് യൂസ് ചെയ്യാം. ഒരു സൈഡ് സ്മോക്ക് ഓഫ് ചെയ്ത് EVX നല്ല കളി കളിക്കുന്നു. ആൻഡ് അവിടെ സ്റ്റിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു 1 ടാപ്പ് സിദ്ധു അവിടെ ഒരു 1 ടാപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഒരു ഫ്ലഫിക്ക് ഒരു ഷോട്ട് കൊടുത്തു, കണക്ട് ചെയ്യാൻ പറ്റില്ല. ഫ്ലഫി കുറച്ച് ഓപ്പണിലാണ്, ഒരു ഷോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഫ്ലഫി ട്രൈങ് ടു ഗെറ്റ് ടു ദ സോൺ. അവിടെ വിപ്സിക്ക് ഇല്ല, നല്ല ടാഗ് എടുത്തുണ്ട് സിദ്ധുവിന് ടാഗ് കിട്ടി. സിദ്ധു വീണു. EVX with 8 kills again, consistency at its peak. അതുപോലെ ഡെൻജാറിന്റെ സൈഡിൽ 13 കില്ലോടുകൂടി ഇവിടെ വീണ്ടും കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ ഡെൻജാർ ഒട്ടും ബാക്കിലുള്ള. അടുത്ത നോക്ക് ട്രിക്കി കോഡ് യാമി അവിടെ ഫിനിഷ് ചെയ്ത് കളയുന്നു. 14 കില്ല് സെക്യൂർ ചെയ്യുന്നു ടീം ഡെൻജാർ. ഒരു 3v4 സിറ്റുവേഷൻ ആണ്. CMൽ ഒരു പ്ലെയർ നോക്കാണ്. റിവൈവ് ആയാൽ അത് വീണ്ടും ഒരു 4. ഓക്കെ, EVXലെ ഒരു പ്ലെയറും കൂടെ നോക്കായിട്ടുണ്ട്. ഒരു ആള് മാത്രം എലൈവ്. EVXലെ ഒരു പ്ലെയർ മാത്രം അവിടെ റസ് ചെയ്യാൻ പറ്റിയാൽ മാത്രം അവിടെ ഓക്കെ റസ് ചെയ്യാണ്. 2 പേര് നോക്കാണ് അവിടെ. ഹലോ ഇതാരാ സ്റ്റക്കായി പോയോ? അടുത്ത ലൈവ് ഉണ്ട്. ഓക്കെ ഞാൻ ഓർത്ത് എന്റെ പോയതല്ല. ഓക്കെ. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്ലൈൻഡ് റെബൽസ് ഓക്കെ അവിടെ EVX വൈപ്പ് ഔട്ട് ആയി. ലാസ്റ്റ് 4 vs 4 TM വേഴ്സസ് ഡെൻജാർ ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ബ്രോ ഗെയിം സൗണ്ട് ഓൺ ആക്കണോ? കുറച്ച് ഗെയിം സൗണ്ട് കൂട്ടിയിടാവോ? മാസ്റ്റർ വോളിയം സൗണ്ട് കൂട്ടി. നമ്മളെ സൗണ്ട് ഉണ്ടോ? ഓക്കേ ആണോ ബ്രോ? ഈ സ്പെക്ക് കുറച്ചുകൂടെ കൊള്ളാം. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, അപ്പൊ ഡെൻജാർ വേഴ്സസ് CM, the final circle of the third game. ഡെൻജാറും CMന്റെ BRDM ഉണ്ട്. അടിച്ചു പൊട്ടിക്കാനുള്ള ശ്രമം. രണ്ടുപേരെ അവര് സോണിലോട്ട് നിർത്തിയിട്ടാണ് വന്നത്. ഒന്നും ചെയ്യാനില്ല. CM അവിടെ മാക്സിമം CMന്റെ BRDMന് ഡാമേജ് കൊടുക്കാൻ വേണ്ടി ഡെൻജാർ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. മാക്സിമം ഡാമേജ് കൊടുക്കാൻ. ബ്ലൈൻഡ് റബൽ അവിടെ ഒരു 2 നോക്ക് എടുത്ത്. ട്രിക്കി കോഡ് അനദർ നോക്ക്. 17 കില്ലായിട്ട് ടീം ഡെൻജാർ. 17 കില്ല്. 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. 2 പേര് സോൺ ഔട്ട്. ഡെൻജാർ ഡോമിനേറ്റിംഗ് ദ ലോബി. പറയാതിരിക്കാൻ വയ്യ. ഡെൻജാർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഗ്രോസ് വിത്ത് 4x. PUBG PCയിൽ ഗ്രോസ് വിത്ത് 4x ഒക്കെയാണ് വിപ്സി അവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. ടീം ഡെൻജാർ അവിടെ മാക്സിമം യൂട്ടിലിറ്റി. മരം ഒടിഞ്ഞ് CMന്റെ തലയിൽ വീഴുന്നു. എന്തൊക്കെ കഷ്ടകാലമാണ് CMന് ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്ന് നിങ്ങൾ കാണേണ്ടതാണ്. അടുത്തൊരു നോക്ക് ബൈ വിപ്സി. ഫൈനൽ മാൻ. CMൽ ഒരു പ്ലെയർ മാത്രം ബാക്കി. ബ്ലൈൻഡ് റബൽ അവിടെ 5 കില്ലെടുത്ത് ഡോമിനേറ്റ് ചെയ്യുന്നു. ടീം ഡെൻജാർ അഗൈൻ വിത്ത് എ ചിക്കൻ ഡിന്നർ. മാച്ച് നമ്പർ 3 ഡെൻജാർ കൊണ്ടുപോയിരിക്കുന്നു. 20 കില്ലും 2620 ഡാമേജും 17 അസിസ്റ്റും. ടീം ഡെൻജാർ ഡോമിനേറ്റിംഗ് ദ ലോബി. പറയാതിരിക്കാൻ വയ്യ. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ഫ്രം ടീം ഡെൻജാർ. അതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് ചോട്ടാ മുംബൈ CM വിത്ത് 3 kills. 3ാം സ്ഥാനത്ത് EVX വിത്ത് 8 kills.
നാലാം സ്ഥാനത്ത് TJ വിത്ത് 5 കിൽസ്, അഞ്ചാം സ്ഥാനത്ത് DRS, ആറാം സ്ഥാനത്ത് ദ സ്കോഡ് വിത്ത് 4 കിൽ, KVP വിത്ത് 4 കിൽ, 7th പൊസിഷൻ, TPA 8th പൊസിഷൻ വിത്ത് 3 കിൽ, കാലാപാനി 9th പൊസിഷൻ വിത്ത് 2 കിൽ, XT 10 kills, #10 with 0 kill.